ഇന്ന് എം.വി. ഗോവിന്ദൻ സെക്രട്ടറിയായി തുടരും എന്നാണ് ഞങ്ങളുടെ വാർത്താസംഘം കൊല്ലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ അതേപടി അംഗീകരിച്ചേക്കില്ലെന്നും ചർച്ചകൾക്ക് മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറയുമെന്നും ഞങ്ങളുടെ വാർത്താസംഘം റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തവണ CPM സംസ്ഥാന സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടർ TV-യാണ്. പ്രവർത്തന റിപ്പോർട്ടടക്കം എല്ലാ കാര്യങ്ങളും കൃത്യമായ പ്രവർത്തന റിപ്പോർട്ട് കാണിച്ചുകൊണ്ടാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് 15-ലധികം പുതുമുഖങ്ങളെത്തും. യുവാക്കൾക്കും സ്ത്രീകൾക്കും പരിഗണനയുണ്ടാകും. പ്രായപരിധി മാനദണ്ഡത്തിൽ 11 പേരെ ഒഴിവാക്കും. PK ശ്രീമതിയും AK ബാലനും ആനാവൂർ ദാഗപ്പനും സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവില്ല. നേതൃസമിതികൾ ചേർന്ന് പേരുകൾ അംഗീകരിക്കും. കൊല്ലത്തെ സമ്മേളന നഗരിയിൽ നിന്ന് PR സുനിൽ, ദിവിൻ മാനന്തവാടി, സാനിയോ മനോമി, റഹീസ് റഷീദ്, അർജുൻ കല്യാട് എന്നീ റിപ്പോർട്ടറുടെ വാർത്താ സംഘം തത്സമയം ചേരുന്നു. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ റിപ്പോർട്ടർമാർക്കും വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ CPM സംസ്ഥാന സമ്മേളനമാണ്. കൊടിയിറങ്ങുമ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ? PR സുനിലേക്ക് ആദ്യം എത്തുന്നു. PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. കൊല്ലം നഗരത്തെ മുഴുവൻ ചുവപ്പിച്ച സമ്മേളനം ഇന്ന് കൊടിയിറങ്ങും. ഒരു വലിയ ശക്തിപ്രകടനമായി തന്നെ പൊതുസമ്മേളനവും റാലിയും മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് ഈ സെക്രട്ടറിയായി എം.വി. ഗോവിന്ദൻ മാഷ് തന്നെ തുടർന്നേക്കുമെന്നറിയുന്നു. മുഖ്യമന്ത്രിയുടെ നയരേഖയിന്മേൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. നയരേഖ അതേപടി അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. തിരുത്തലുകൾക്കും ഭേദഗതികൾക്കുമുള്ള സാധ്യതയുമുണ്ടല്ലേ? എന്തൊക്കെയാണ് സമ്മേളന നഗരിയിലെ അവസാന ദിനത്തിലെ വിശേഷങ്ങൾ? PR സുനിൽ. അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും എല്ലാ കണ്ണുകളും ഇന്ന് കൊല്ലത്തേക്ക് തന്നെയായിരിക്കും. കൊല്ലത്ത് നടക്കാൻ പോകുന്ന ശക്തി പ്രകടനം, കൊല്ലത്ത് നടക്കാൻ പോകുന്ന പൊതുസമ്മേളനം. ഏതായാലും CPIM-ന്റെ കഴിഞ്ഞ 4 ദിവസമായി നടന്ന സമ്മേളനത്തിൻ്റെ സമാപനമാണ് ഇന്ന്. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു വിഷയം, ആരൊക്കെയാകും പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ വരിക, ആരായിരിക്കും പുതിയ സെക്രട്ടറി? ഏതായാലും എം.വി. ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച സാഹചര്യത്തിലാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി വരുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ എം.വി. ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇക്കാര്യത്തിലൊക്കെ തന്നെ അന്തിമ തീരുമാനം ഉണ്ടാകും. നയരേഖ തന്നെയാണ് ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വന്നത്. ഒരു പ്രകടന പത്രികയ്ക്ക് തുല്യമായ നയരേഖയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ വെച്ചത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് വലിയ അവഗണന തുടരുമ്പോൾ, സാമ്പത്തിക രംഗത്ത് വലിയൊരു ഉപരോധത്തിന് സമാനമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു ബദൽ നയം എങ്ങനെ മുന്നോട്ട് വയ്ക്കും, എങ്ങനെ ധനസമാഹരണം നടത്തും, അതിനുള്ള പുതുവഴികൾ എന്തൊക്കെ എന്നതാണ് ഈ നയരേഖ പ്രധാനമായി മുന്നോട്ട് വെച്ചത്. അതിൽ വളരെ ഗൗരവമായ ചർച്ചകൾ നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ നയരേഖയിന്മേൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ടായിരിക്കും സമ്മേളന നടപടികൾ അവസാനിക്കുക. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ, തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെ തീർച്ചയായും നയരേഖ വലിയ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് ഒരു ബദൽ നയം മുന്നോട്ട് വെച്ചുകൊണ്ട് CPIM മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ സമ്മേളന നടപടികൾ സമാപിക്കുമ്പോൾ വൈകിട്ട് നടക്കാൻ പോകുന്ന പൊതുസമ്മേളനം തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുക. റെഡ് വളണ്ടിയർ മാർച്ചുണ്ട്. പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും പ്രകാശ് കാരാട്ടും എം.വി. ഗോവിന്ദനുമൊക്കെ തന്നെ എന്താണ് പറയാൻ പോകുന്നത്? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സാനിയോ മനോമിയുണ്ട്. സാനിയോ, ഒരുപാട് പ്രവർത്തകർ ഇതിനകം തന്നെ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് വൈകുന്നേരത്തെ ഒരു മൂഡ്? അതായത് സുനിൽ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2.5 ലക്ഷത്തോളം ആളുകൾ ഇവിടെ വന്ന് ഈ ആശ്രമ മൈതാനത്ത് അവർ ഒത്തുചേർന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ്. മാത്രമല്ല 25,000 ആളുകളുടെ റെഡ് വളണ്ടിയർമാരുടെ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നിരവധിയായ ആളുകൾ സംസ്ഥാനത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നും എത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? രാവിലെ എത്തി. എല്ലാവരും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. കോഴിക്കോട് നിന്ന് വരുവാണ്. കോഴിക്കോട് എവിടുന്ന? കോഴിക്കോട് കക്കോടി ഏരിയ, നരിക്കുനി. അങ്ങനെ ഓരോ ഏരിയ കമ്മിറ്റികളായി അങ്ങനെ വരുവാണ്. പേരാമ്പ്ര ഏരിയ. നിങ്ങളൊക്കെ കോഴിക്കോട്, നിലമ്പൂര്, മലപ്പുറം. ഈ ഒരു ആവേശം ഇങ്ങനെ കൂട്ടാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? അപ്പം നമുക്ക് നിരവധിയായ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. എവിടുന്ന വരുന്നത്? തൃശ്ശൂരിൽ നിന്ന് വരുവാണ്. എങ്ങനെ വന്നു? ട്രെയിനിന് വന്നു. തിരിച്ചങ്ങനെ തന്നെ പോകും. എങ്ങനെ എവിടുന്ന വരുന്നത്? തൃശ്ശൂർ. ട്രെയിനിന് വന്നു. എവിടുന്ന? ചാലക്കുടി. ഓക്കെ, നമുക്കൊപ്പം ഒരു പരിചയക്കാരൻ കൂടി ഉണ്ട്. പ്രകാശ് ചേട്ടൻ ചീമേനിന്ന് വരുവാണല്ലേ? ഇന്ന് രാവിലെ മാവേലിക്കുന്ന്. എവിടുന്ന് വരുവാ? ഭാര്യയാണ്. എവിടുന്ന് വരുന്നേട്ടാ? നിലമ്പൂരിൽ നിന്ന് വരുവാണ്. ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നു തോന്നുന്നല്ലേ? ഇന്ന് തന്നെ പോവോ? നാളെ പോകും. ഇവിടെയൊക്കെ കണ്ടിട്ട് നാളെ പോവുള്ളൂ അല്ലേ? എവിടുന്ന വരുന്നത്? തൃശ്ശൂരിന്ന്. എങ്ങനെ ട്രെയിനിന് വന്നു? അപ്പം നിരവധിയായ ആളുകളുണ്ട്. അരുൺ, ഇവിടെയൊക്കെ സഖാക്കൾ ഇങ്ങനെ നിൽക്കുക. എവിടുന്ന വരുന്നത്? പേരാമ്പ്ര. നാടും കൂടിയാണ്. വയനാട്, മീനങ്ങാടി. അപ്പോൾ ഈ മലബാറുകാരൊക്കെ ഇങ്ങനെ ഇങ്ങ് പോന്നിട്ടുണ്ട്. ഏതായാലും ഇവരെല്ലാവരും ട്രെയിനിനും മറ്റുമായി ഇങ്ങോട്ട് എത്തിയതാണ്. ഇന്ന് പോകാത്തവരുണ്ട്, പോകുന്നവരുണ്ട്. ഏതായാലും ഈ നയരേഖയുടെ അടക്കം കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. സുനിൽ ഒപ്പം ഉണ്ട്. നയരേഖയുടെ അടക്കം കൂടുതൽ വിവരങ്ങൾ അറിയണം.
തീർച്ചയായും ഏതായാലും ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് റെഡ് വളണ്ടിയർ മാർച്ച് ആരംഭിക്കുക. പിന്നീട് 2 മണിക്കൂർ സമയം കൊല്ലം നഗരത്തെ ആകെ ചുവപ്പിച്ചുകൊണ്ടുള്ള CPIM-ന്റെ റാലി ആയിരിക്കും. അതിനുശേഷമാണ് പൊതുസമ്മേളനം. ദിബിൻ എന്നോടൊപ്പമുണ്ട്. ദിബിൻ, ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ തന്നെയാണ്. വലിയ ചർച്ചകൾ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. CPIM-ന്റെ ഒരു നയമാറ്റമാണോ ഈ നയരേഖ എന്ന് വരെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ചില ആശങ്കകളും ഈ സമ്മേളനത്തിൽ സംസാരിച്ച പ്രതിനിധികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഈ നയരേഖയുമായി ബന്ധപ്പെട്ടിപ്പം ഒരു നയവ്യതിയാനത്തിൻ്റെ ഒരു നിലപാടെന്നുള്ള രീതിക്ക് ചർച്ചകളും വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിനെതിരെ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ബദൽ എന്നുള്ള രീതിക്ക് ഒരു ആശയം അവതരിപ്പിച്ചുകൊണ്ടാണ് CPM ഈ നയരേഖയെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്നലിപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനത്തിലും അതിൻ്റെ വ്യക്തമായൊരു സൂചന ഉണ്ടായിരുന്നു. ഒരു ബദൽ നയ സമീപനത്തിലൂടെ പരമാവധി വിഭവസമാഹരണം നടത്തുക എന്നുള്ളൊരു ഒരു ആശയമാണ് CPM ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ ഈ സാമ്പത്തികമായിട്ടുള്ള ഉപരോധത്തെ മറികടക്കാനുള്ള പദ്ധതികൾ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ PPP ആയി കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലുള്ള ഇത്തരം നയമാറ്റങ്ങളെ CPM അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ടുള്ളൊരു 3ാമത് അധികാരത്തിലെത്തുക എന്നുള്ളൊരു ലക്ഷ്യങ്ങൾ കൂടി ഈ നയരേഖയ്ക്ക് ഉണ്ടെന്ന് വളരെ വ്യക്തമാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ തന്നെ PPP മോഡലിലാണ് സംരക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ എങ്ങനെ ദേശീയ തലത്തിൽ CPM-ന്റെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കും എന്നത് ഇനിയൊക്കെ വലിയ ചർച്ചയായി തുടരാൻ പോകുന്നൊരു സാഹചര്യമാണ്. ഏതായാലും CPIM ഈ നയരേഖ മുന്നോട്ട് വയ്ക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ നയരേഖ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും എന്നാണ് CPIM വ്യക്തമാക്കുന്നത്. ഈ സമ്മേളനം നയരേഖ അംഗീകരിക്കുന്നതോടുകൂടി അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാവർക്കും നൽകും, മാധ്യമങ്ങൾക്ക് നൽകും, പൊതുജനങ്ങൾക്ക് നൽകും. ഇതൊരു രഹസ്യരേഖ അല്ലാതായി മാറുകയാണ്. അങ്ങനെ ഒരു നയരേഖ